നമ്മുടെ വിജയ് രാഷ്ട്രീയത്തിലോട്ട് വന്നു. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്ത് പല സിനിമ ആളുകളുടെ ഒരുപാട് ഇഷ്ടം നേടിയിട്ട് രാഷ്ട്രീയത്തിലോട്ട് വന്നു. രാഹുൽ ഈശ്വറിനെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്സ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്സും അതുപോലെ തന്നെ ഒരു ഒരു ഭൂരിപക്ഷം ആളുകൾ എതിർക്കുന്ന ടോപ്പിക്കിലും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയം ഒരു ലക്ഷ്യമാണോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ വിജയുടെ ഒരു കടുത്ത ആരാധകനാണ്. അത് വിജയ് എന്ന വ്യക്തിയുടെയും വിജയ് എന്ന സിനിമാ താരത്തിൻ്റെയും. സിനിമാ താരം കൂടുതൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തമിഴ് മക്കൾക്ക് കൂടുതൽ ഗുണമുള്ള സിനിമകളാണ്. വിജയ് കൂടുതൽ വരണമെന്നും എൻ്റെ ആഗ്രഹം. നമ്മുടെ നാട്ടിൽ റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും ഉണ്ട്. അതായത് റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ പൊതുവെ സ്വത്വാധിഷ്ഠിതം, ഐഡൻറ്റിറ്റി, ജാതി, മതം, ഭാഷ, ഇതിനെല്ലാം ബേസ് ചെയ്ത് നിൽക്കുന്നതാണ് റൈറ്റ് വിങ്, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്. ലെഫ്റ്റ് വിങ് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്സ് അഥവാ സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങൾ, ലെഫ്റ്റ് വിങ് പാർട്ടീസ് എന്ന് പറയുന്നത്. വിജയ് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും അവിടുത്തെ ഒരു സെൻറ്റർ ലെഫ്റ്റ് എന്ന് പറയുന്ന സ്പെക്ട്രത്തിന്. ഉദാഹരണം, കമലഹാസൻ സെൻറ്റർ ലെഫ്റ്റ് ആണ്, വിജയ് സെൻറ്റർ ലെഫ്റ്റ് ആണ്, എന്നാൽ രജനീകാന്ത് സെൻറ്റർ റൈറ്റ് ആണ്. അതായത് കമലഹാസൻ കൂടുതൽ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതും രജനീകാന്ത് കൂടുതൽ BJP-യോട് ചേർന്ന് നിൽക്കുന്ന സ്പേസാണ്. വിജയ് അതേപോലെ ഒരു സെൻട്രൽ ലെഫ്റ്റ് സ്പേസിൽ നിൽക്കുമെന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാവിയിൽ മാറുമെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പക്ഷേ ഈ പബ്ലിക് പോളിസിയിൽ താല്പര്യമുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ താല്പര്യമുണ്ട്. അത് ഏത് പാർട്ടിയാണെങ്കിലും. മുകേഷ് ഏട്ടൻ അല്ലെങ്കിൽ ശ്രീ മുകേഷ്, നമുക്കെല്ലാം ശ്രീ മുകേഷിനെയൊക്കെ കണ്ടു വളർന്നവരാണ് നമ്മൾ. ശ്രീ മുകേഷിനെതിരെ വ്യാജാരോപണം ഉണ്ടാകുമ്പോൾ ഇതേപോലെ മുകേഷിനോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിഷമം ഞാൻ കണ്ടതാണ്. ഒരു ബേസും ഇല്ലാതെ വ്യാജാരോപണമാണ്. ഒരാൾ വിളിച്ച് പറയുന്നു, നിങ്ങൾ 10 ലക്ഷം 1 ലക്ഷം നമ്പർ മറന്നുപോയി, എനിക്ക് നിങ്ങൾ 10 ലക്ഷം രൂപ തരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ ഒരു ആരോപണം ഉന്നയിക്കും. എന്തൊരു ഗതികേടാണ്. നമുക്ക് അങ്ങനെ ഒരു കോൾ കിട്ടുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറയണം, രാഹുൽ ഈശ്വർ, ഞാൻ ഇന്നയാളാണ്, എനിക്കൊരു 10 ലക്ഷം രൂപ വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ ആരോപണം ഉന്നയിക്കും. ഇത് ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? അപ്പോൾ മുകേഷ് ഏട്ടൻ CPM-ൻ്റെ MLA ആണ്. ശ്രീ സുരേഷ് ഗോപി BJP-യുടെ MLA ആണ്. ഇതുപോലെ സുരേഷ് ഗോപി ഒരുപാട് ക്യാമറകൾ, 10-12 ക്യാമറകൾ ഉണ്ട്. എന്നിട്ട് ഷിത എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ തട്ടി എന്നെ കൊടുക്കാൻ നോക്കണ്ട. അതായത് നമ്മൾ ഒരു തമാശ പറയല്ലേ, എന്നെ ട്രാപ്പ്. അത് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ. സ്ത്രീകൾക്കെതിരെ അതെങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ആകുന്നത്? ഇത്രയും 12 ക്യാമറകളുടെ ഫ്രണ്ട് വെച്ചാണ് ഒരാൾ ഔട്ട്റേജിങ് മോഡസ്റ്റി ഉണ്ടാകുന്നത്. ഒരാൾ തമാശയ്ക്ക് എന്നെ കൊടുക്കാൻ നോക്കണ്ട. അപ്പം ഇത് ആരെയും ട്രാപ്പ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി എടുക്കേണ്ട നിലപാടുകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു ചീഫ് മിനിസ്റ്റർ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ആകാനായ ഒരു അവസരം കിട്ടി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് ആഗ്രഹം? 2-3 മാറ്റങ്ങൾ. ഒന്ന്, ശക്തമായൊരു പുരുഷ കമ്മീഷൻ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. കാര്യം 50% പുരുഷന്മാരുമാണ്. അതുകൊണ്ട് 100% അത്തരം കാര്യങ്ങളിൽ ഒരു കാര്യം കൊണ്ടുവരും. 2, ഓൾറെഡി തന്നെ ഞാൻ യുവജന കമ്മീഷൻ്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ലൈനാണ്, യൂത്ത് കമ്മീഷൻ്റെ ഭാഗമാണ്. നിർബന്ധമായിട്ട് മാരിറ്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂൾ പ്രായം മുതൽ കോളേജ് പ്രായം മുതൽ അതിന് ശേഷവും പരസ്പരം ഇഷ്ടവും ആകർഷണവും കല്യാണവും പ്രണയവും ലൈംഗികതയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷേ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല നൂർജഹാൻ, മെൻ ആർ ഫ്രം മാർസ്, വുമൺ ആർ ഫ്രം വീനസ് എന്നൊരു പുസ്തകമുണ്ട്. ഡോക്ടർ ജോൺ ഗ്രേ എഴുതിയ പുസ്തകമാണ്. റിലേഷൻഷിപ്പിൻ്റെ ബൈബിൾ എന്ന് വിളിക്കുന്ന പുസ്തകമാണ്. നിർബന്ധമായിട്ടും ഈ മാരിറ്റൽ എഡ്യൂക്കേഷൻ, റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ കേരളത്തിൽ നടപ്പാക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാകാതെ പോകുന്നത് സ്ത്രീ ബ്രെയിനും പുരുഷ ബ്രെയിനും വേറെയാണ്. അതായത് സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ സ്ത്രീയുടെ ബ്രെയിനും പുരുഷൻ്റെ ബ്രെയിനും വ്യത്യാസമാണ്. വി ആർ സൈക്കോളജിക്കലി ഡിഫറെൻറ്റ്, ന്യൂറോളജിക്കലി ഡിഫറെൻറ്റ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ പുസ്തകം അടക്കമുള്ള കാര്യം വേണം. അപ്പം മാരിറ്റൽ എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും കമ്പൽസറി ആക്കും. അത് നിർബന്ധമാണ്. ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് തന്നെ, അതായത് പ്രിഫറബിളി ഒരു 15 വയസ്സ്, ഒരു ടീനേജേഴ്സ്, ഒരു 13-14 റേഞ്ചിൽ. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടവും സ്നേഹവും അഫെക്ഷനും ആകർഷണവും ഒക്കെ ഉണ്ടാകുന്നത് ഇറ്റ്സ് വെരി നാച്ചുറൽ. ബട്ട് സ്കൂളിൽ ഇതൊക്കെ ടീച്ചേഴ്സ് ഭയങ്കര ക്രൈമായിട്ടാണ് കാണുന്നത്. അപ്പം ടീച്ചേഴ്സിനെ നമ്മൾ സെൻസിറ്റൈസ് ചെയ്ത് ഇറ്റ്സ് എ വെരി നാച്ചുറൽ പ്രോസസ്സ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഹൗ ടു മാനേജ് ഇറ്റ് ബെറ്റർ. അങ്ങനെ ആ അഫെക്ഷൻ ആൻഡ് അട്രാക്ഷൻ സ്വാഭാവികമാണ്. അപ്പം സ്കൂൾ, കോളേജ്, അതിന് ശേഷമുള്ള കാലങ്ങളിൽ അപ്പോൾ സ്ത്രീ പുരുഷ മനഃശാസ്ത്രങ്ങൾ ഇവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യും. അതാണ് മെൻ ആർ ഫ്രം മാർസ്, വുമൺ ആർ ഫ്രം വീനസ്. ഡോക്ടർ ജോൺ ഗ്രേയുടെ പുസ്തകമാണ്. ലോകത്തെ ഏറ്റവും വിറ്റഴിഞ്ഞ നോൺ ഫിക്ഷൻ പുസ്തകങ്ങളിലൊന്നാണ്. അത്തരം കാര്യങ്ങൾ കൊണ്ടുവരും. 3, നിർബന്ധമായി എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ആശ്രമങ്ങൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കും. അതായത് ഞാനൊരു കടുത്ത വിശ്വാസിയാണ്, ഞാൻ സർവ്വമത വിശ്വാസിയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിശ്വാസങ്ങളെയും പുൽകുന്ന വ്യക്തിയാണ്.
എന്നാൽ നമ്മുടെ എല്ലാ വിശ്വാസങ്ങളിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരുപാട് പേർ അങ്ങനെ അമ്പലത്തെയും പള്ളിയും ഒക്കെ വെച്ച് കൊള്ള നടത്തുന്നവരുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്ന പോലെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് സുതാര്യത, ട്രാൻസ്പെറൻസി വേണം. എൻ്റെ പെറ്റീഷനിലാണ് ശബരിമലയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വന്നത്. എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ആശ്രമങ്ങൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആകും. ഈ കാശ് എങ്ങനെ ചെലവാക്കപ്പെടുന്നു എന്ന് നമുക്കറിയാൻ, വിശ്വാസികൾക്കറിയാൻ ഒരു റൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ അവിടെ ആപ്ലിക്കബിൾ ആക്കും. അങ്ങനെ കുറച്ച് ഘടനാപരമായ പബ്ലിക് പോളിസി ചേഞ്ചസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഈ PK മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അതിപ്പം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഒരു കല്ലും അതിന് മുകളിൽ ഒരു ചുമന്ന തുണിയും താഴെ കുറച്ച് 5 രൂപ ഇട്ട് ഇത് എന്താ അറിയാമോ, ഇത് ഒരുപാട് പേര് രണ്ടർത്ഥത്തിലാണ് ചൂഷണം ചെയ്യുന്നത്. ഒന്ന് സാമ്പത്തികമായി, രണ്ട് സാമുദായികമായി. സാമ്പത്തികമായി അങ്ങനെ ചൂഷണം ചെയ്യുന്നവരാണ് ഈ പല ആൾ ദൈവങ്ങളും മറ്റും. ആൾ ദൈവങ്ങൾ വേറെ, ആത്മീയ ഗുരുക്കന്മാർ വേണം. ഞാൻ വിവേകാനന്ദ സ്വാമിയുടെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ ഒരു എന്താ പറയുക ആരാധകനാണ്, ശിഷ്യ രീതിയിൽ എന്തായാലും അവരെ ഗുരുക്കന്മാരായി കാണുന്നവരാണ്. പക്ഷേ നമുക്ക് ഈ ഫ്രോഡുകളായ നിത്യാനന്ദ അടക്കമുള്ള ആൾക്കാരുമുണ്ട്. നിത്യാനന്ദ എന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് രഞ്ജിനി എന്ന സിനിമാ നടിയോടൊപ്പം മറ്റേ വിഷ്വൽ ക്ലിപ്പിലൊക്കെ വന്നത്. ആ വിഷ്വൽ ക്ലിപ്പിൽ വന്ന അവരുടെ കാര്യം. പക്ഷേ നിത്യാനന്ദ പല സ്പീച്ചിലും പറയുന്നത് ഞാൻ എണീക്കാൻ താമസിച്ചുകൊണ്ട് സൂര്യൻ ഉദിക്കാൻ താമസിച്ചു എന്നൊക്കെയാണ്. താഴെ ഇരിക്കുന്നവർ ഇത് കേട്ട് കൈയടിക്കാറുണ്ട്. നിത്യാനന്ദയാണ് ഇപ്പം കൈലാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒളിച്ചോടുകയും മറ്റും ചെയ്തത്. ഒരുപാട് ഫ്രോഡുകൾ, ഒരുപാട് കള്ളന്മാർ. അല്ലെങ്കിൽ ആസാറാം ബാപ്പു, അതായത് ഗുജറാത്ത് ബേസ് ചെയ്ത് നിൽക്കുന്നൊരിതാണ്. പുള്ളി ഇപ്പോൾ അറസ്റ്റിലാണ്. മറ്റേ റാം റഹീം എന്ന് പറയുന്ന അറിയില്ല, മറ്റേ നോർത്തിൽ ഞാൻ വെറുതെ തരാം, മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി. റാം റഹീമിൻ്റെ സിനിമ കണ്ട അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണം. കാര്യം റാം റഹീമിൻ്റെ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ഏലിയൻസ് ലോകത്തെ ആക്രമിക്കാൻ വരുന്നു, ഇയാളായിട്ട് ലോകത്തെ രക്ഷിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇയാളൊരു ആത്മീയ നേതാവാണെന്നാണ് സ്വയം പറയുന്നത്. മനസ്സിലായി. ഒരുപാട് തട്ടിപ്പുകാർ ഇങ്ങനെയുണ്ട്. അത്തരം മൂവീസ് കണ്ടിട്ട് പുള്ളിയുടെ ഫാൻ ആവുന്ന ആളുകളുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മൂവീസ് കണ്ടിട്ട് പുള്ളിയുടെ ഫാൻ ആവുന്നവരുമുണ്ട്. നമ്മൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ മൂവി കണ്ടാൽ ചിരിച്ച് കളിച്ച് രസിച്ച് പോകും. സന്തോഷ് പണ്ഡിറ്റ് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഞങ്ങൾ മലയാളി ഒരുമിച്ചായിരുന്നു. പക്ഷേ ഇതേപോലുള്ള, അതായത് നമ്മുടെ റാം റഹീമിനെ പോലുള്ള ഗജ ഫ്രോഡുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അത്തരക്കാരെ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടാകാൻ നല്ല ആത്മീയ ഗുരുക്കന്മാരെ എല്ലാം എനിക്ക് ആദരവാണ്. അവരെ എല്ലാം ആദരവും വ്യക്തിപരവും അറിയുന്നതാണ്. ശ്രീ രവിശങ്കർജിയെ, മാതാ അമൃതാനന്ദ ദേവിയെ, സദ്ഗുരു ജഗ്ഗി വാസുദേവനെ എല്ലാവരെയും ബഹുമാനമാണ്. പക്ഷേ റാം റഹീമിനെ പോലുള്ളവരുണ്ട്, ആസാറാം ബാപ്പുവിനെ ബാപ്പു എന്ന് പോലും വിളിച്ചുകൂടാ, ആസാറാമിനെ പോലുള്ളവരുണ്ട്. പിന്നെ ഇവർ നമ്മുടെ നാട്ടിൽ ഉണ്ണികൃഷ്ണനെ പോലുണ്ട്. ഇപ്പം പലരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചാൽ മതി, പോറ്റി എന്ന് വിളിക്കേണ്ട. കാര്യം പോറ്റി ഒരുപാട് ബ്രാഹ്മണർക്കുള്ള ഒരു പേരാണ്. ഉണ്ണികൃഷ്ണന്മാരുണ്ട്. അപ്പം ഇവരെ ഈ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ വന്നതുപോലും കാവ്യവേഷം ധരിച്ചാണ്. അങ്ങനെ കാവ്യം എടുത്ത ഒരുപാട് കള്ളന്മാരുണ്ട്. ഇത് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നത്. രണ്ട്, ഇതിനെ വർഗീയമായിട്ട് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ കാണുന്ന എല്ലാ പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുള്ളത്. നിങ്ങൾ സിനിമ കൂടെ ആയതുകൊണ്ട് പരേഷ് റാവൽ വലിയ നടനാണ്, എനിക്കിഷ്ടമാണ്. പരേഷ് റാവലിൻ്റെ പുതിയൊരു സിനിമയുണ്ട്, താജ്മഹലിൻ്റെ താഴെ അമ്പലമായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് തരം ഭ്രാന്താണിത്? താജ്മഹൽ ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യക്ക് ലോകത്തിൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് കാര്യങ്ങളിലൊന്നാണ് താജ്മഹൽ. 7 വണ്ടേഴ്സിൽ നമുക്ക് താജ്മഹൽ മാത്രമേ ഉള്ളൂ. ആ താജ്മഹലിൻ്റെ ഉള്ളിൽ ശിവലിംഗമാണെന്നൊക്കെ പറയുന്നത് എന്ത് തരം ഭ്രാന്താണ് നമ്മുടെ ചില ആൾക്കാർക്കെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡയാണ്.